ഹലോ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് നെക്ക് ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ, കുറച്ച് സെറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനായിട്ട് കുറച്ച് ഗിയർ വയർ ഞാൻ കറക്റ്റ് ലെവലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് ഓരോന്നിലായിട്ടും പല കളറിലുള്ള ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ്, ഗോൾഡൻ ബീഡ്, ആരി ബീഡ്സ്, ചെറിയ രീതിയിലുള്ള ആരി വർക്ക്സിനൊക്കെ യൂസ് ചെയ്യുന്ന ബീഡ്സ് വെച്ചിട്ടും ആണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഓരോ ഗിയർ വയർ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഫസ്റ്റ് ഗിയർ ലോക്ക് ഇട്ട് ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡും ഗോൾഡൻ ബീഡും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ലോക്കിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മെയിൻ ലോക്ക് ലാസ്റ്റായിട്ട് മെയിൻ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു ഗോൾഡൻ ബീഡ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡായിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്, ബ്ലാക്ക് കളറുള്ള ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വീണ്ടും ഗോൾഡൻ ബീഡ്, ഇങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 2 ക്രിസ്റ്റൽ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിലായിട്ട് ഓരോ ഗോൾഡൻ ബീഡും വെച്ചിട്ടാണ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു 4 എണ്ണം വരുന്ന രീതിക്ക് ഒരു സെക്ഷനിൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ലോക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മെയിൻ ലോക്ക് ലാസ്റ്റ് ഒന്ന് ഇട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ ആ ഹുക്കും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അതേ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഒരു ബ്ലൂ, റെഡ്, ഗ്രീൻ അങ്ങനത്തെ കുറച്ച് കളേഴ്സിൽ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ലുക്ക് ഇങ്ങനെയാണ്. ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതിൽ അതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള നമ്മൾ ആരി ബീഡ്സിൽ, അതായത് ചെറിയ ഗോൾഡൻ ബീഡ്സും കൂടെ നമ്മൾ ഈ ഗോൾഡനും അതുപോലെ തന്നെ ഈ ഓറഞ്ച് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെയും സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു 5 എണ്ണം വരുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ. അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്തതിൽ നിന്നും സെക്കൻഡിൽ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ആ ഒരു ചെറിയ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതെനിക്ക് ലോക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു ചെറിയ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് തന്നെ ചെറുതായിട്ടുള്ളത് ഒരു 5 എണ്ണം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ ഗോൾഡൻ ബീഡ് ഇട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പ്രോസസ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും സെക്കൻഡ് വൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് കളേഴ്സ് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ സെൻറ്റർ ലോക്കും ഇട്ട് ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇതുപോലാണ് അതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 5 സെറ്റ് വരുന്ന രീതിക്ക് നമ്മളിത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏത് തരത്തിലുള്ള ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫുള്ളപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴേ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണമേ.